അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് കുക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണെന്ന് വിചാരിച്ച് ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ നേരം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെള്ള നാരങ്ങ അച്ചാറാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു 7 ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. മഞ്ഞ കളർ വെച്ച നാരങ്ങയാണ് അച്ചാർ ഇടാനായിട്ട് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഒരു 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇവയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടു. 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ആ പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ശേഷം ഇതിലേക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ അച്ചാറിൻ്റെ ചൂട് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അച്ചാർ കേടുകൂടാതെ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.